എല്ലാരും ഇത് എന്നാ ആലോചിക്കുന്നറിയോ? കല്യാണം കഴിച്ച് 2 കുട്ടികളുമായി ആദ്യത്തെ കുട്ടി LKG പോകാൻ തുടങ്ങുമ്പോഴാണ് സാമ്പത്തിക സാക്ഷരതയെ കുറിച്ച് ചിന്ത ചെയ്യുന്നത്. സാമ്പത്തിക സാക്ഷരത എന്നൊരു സംഭവം പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ല. ബാക്കിയുള്ള സാക്ഷരത എല്ലാം ഉണ്ട്. ട്രക്സിനെ കുറിച്ചുണ്ട്, പല സോഷ്യൽ മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ട്, എഡ്യൂക്കേഷൻ സ്പീച്ച് ഉണ്ട്. ഇതിനെക്കാട്ടിലും എല്ലാം ഇമ്പോർട്ടന്റ് എന്താണ്? സാമ്പത്തിക സാക്ഷരത. എല്ലാവരും വർക്ക് ചെയ്യണ തന്നെ അതിനല്ലേ. പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കയറിയ വ്യക്തിയാണ് ഞാൻ. ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ഫിനാൻഷ്യൽ നോളജിനെ പറ്റിയും ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റിയിട്ടും ഇങ്ങനെ ചെയ്തായിരുന്നില്ല അങ്ങനെ കിട്ടിയേനെ, അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടിയേനൊക്കെ നമ്മൾ അറിയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതേ ഞാനൊരു 18, 17, 16 വയസ്സിൽ ഈ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മച്ച് ബെറ്റർ ആയ കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ അറിവില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഡെയിലി പേപ്പർ കൊടുത്താൽ കാണാം ഇത്ര കോടി അടിച്ചുകൊണ്ട് പോയി. ചെറുപ്പം മുതലേ ഇപ്പൊ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ തന്നെ ഒരു ഫിനാൻഷ്യൽ നോളജ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ പ്രാപ്തമാവുന്ന കാലം ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയ കാര്യങ്ങൾ. ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവരുടെ പേര്, കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഇതൊന്നും അറിവില്ല, ആരും അറിയണില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം പ്രായപൂർത്തിയായ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. വിദേശത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ അറിവില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഡെയിലി പേപ്പർ കൊടുത്താൽ കാണാം ഇത്ര കോടി അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. സാമ്പത്തിക സാക്ഷരത എന്നൊരു സംഭവം പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ല. ബാക്കിയുള്ള സാക്ഷരത എല്ലാം ഉണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഞങ്ങളെ പോലുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷന് വേണ്ടി. ഞാൻ തന്നെ ഈ ഒരു കാര്യങ്ങളെ പറ്റി അറിഞ്ഞു തരുന്നതന്നെ ഞാൻ ജോലി കയറി 1-2 വർഷം കഴിയുമ്പോഴാണ്. ഇപ്പം എനിക്ക് 26 വയസ്സായെങ്കിൽ കൂടി ഞാനൊരു പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കയറിയ വ്യക്തിയാണ് ഞാൻ. 22, 23 വയസ്സ് തന്നെ ജോലി കയറി. ഇപ്പോൾ തന്നെ 3 വർഷത്തെ ജോലി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിലൊരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ഫിനാൻഷ്യൽ നോളജിനെ പറ്റിയും ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റിയിട്ടും ഇങ്ങനെ ചെയ്തായിരുന്നില്ല അങ്ങനെ കിട്ടിയേനെ, അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടിയേനൊക്കെ നമ്മൾ അറിയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതേ ഞാനൊരു 18, 17, 16 വയസ്സിൽ ഈ ഒരു 10ാം ക്ലാസ് 15 വയസ്സിൽ ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മച്ച് ബെറ്റർ ആയ കാര്യങ്ങൾ. അതിനെ ആക്ച്വലി ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ കമ്പനി തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസ് 15 ഇയേഴ്സ് കംപ്ലീറ്റ് ആയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നിങ്ങൾ ഏത് അശ്വിന്റെ ഫ്രണ്ട്സിലോ റിലേറ്റീവോ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പോയി ഞങ്ങളുടെ കമ്പനിയോ ഞങ്ങൾ ഓതറൈസ് ചെയ്ത കമ്പനികളോ വന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് പാസ് ഔട്ടിങ് ടൈമിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൂടെ കയറുമ്പോഴോ അല്ലെ +1, +2 പാസ് ആയ ടൈമിലോ ഒരു 1 hour ടൈം ആ കോളേജോ സ്കൂളോ നമുക്ക് തന്നാൽ മതി. നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. അതിന് ഫണ്ടും ഉണ്ട്, ഗവൺമെന്റ് അതിന് ഫണ്ട് കൂടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല. പക്ഷെ പെർമിഷൻ തരണ്ടേ? നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും ഇപ്പൊ എത്ര ക്യാമ്പുകൾ നടക്കുന്നുണ്ടെന്ന് അറിയാമോ? ട്രക്സിനെ കുറിച്ചുണ്ട്, പല സോഷ്യൽ മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ട്, എഡ്യൂക്കേഷൻ സ്പീച്ച് ഉണ്ട്. ഇതിനെക്കാട്ടിലും എല്ലാം ഇമ്പോർട്ടന്റ് എന്താണ്? ഫിനാൻസ്. സാമ്പത്തിക സാക്ഷരത. എല്ലാരും വർക്ക് ചെയ്യണ തന്നെ അതിനല്ലേ. എല്ലാവരുടെയും ഇപ്പൊ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അയാളുടെ അടിസ്ഥാന കാര്യം ഇതാണ്. അയാളുടെ അടിസ്ഥാന കാര്യങ്ങൾ നടത്തണമെങ്കിൽ അയാൾക്ക് വേണ്ടത് പൈസയാണ്, മണിയാണ് ഇൻ ബിറ്റ്വീൻ ബ്രിഡ്ജ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിനെ പറ്റിയിട്ടൊരു പ്രോപ്പർ നോളജ് എല്ലാവരും ഇത് എന്നാ ആലോചിക്കുന്നറിയോ? കല്യാണം കഴിച്ച് 2 കുട്ടികളുമായി ആദ്യത്തെ കുട്ടി LKG പോകാൻ തുടങ്ങുമ്പോഴാണ് സാമ്പത്തിക സാക്ഷരതയെ കുറിച്ച് ചിന്ത ചെയ്യുന്നത്. കാരണം എനിക്കിപ്പോ വയസ്സനുസരിച്ച് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതാ. ആ ഏജ് ആകുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആവും. അവിടെ സ്കൂൾ ഫീസ് അത് ഇതിനെവിടെ ഓടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് 26 ഞാൻ ആലോചിക്കും, ഞാനും എല്ലാം ചെയ്തെന്ന് ഞാൻ വിരോധം മുഴക്കത്തില്ല, നമ്മളും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ബെറ്റർ ആയ. അശ്വിനോട് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്, കേരളത്തില് ഒരു മാസം 1000 രൂപ സേവ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരു 20% ആളുകളെ മാറ്റി വെച്ചോളൂ. അത് ഒരു പ്യുവറായിട്ട് നടക്കുന്നത് ആക്കി ഏത് മേഖലയിലാണെങ്കിലും കേരളത്തിലെ ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ 1000 മേളിലാണ്. അതെ, ഏത് പണിക്ക് പോയാലും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു മാസം ചോദിക്കുന്നേ 1000 രൂപ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 30 വർഷം 1000 രൂപ വെച്ച് സേവ് ചെയ്യാം. 1000 രൂപ എല്ലാ മാസവും. അശ്വിൻ തന്നെ കാൽക്കുലേറ്റ് നോക്കി 30 ഇൻറ്റു ഒരു ആവറേജ് റിട്ടേൺ 12% എടുത്തു. മ്യൂച്വൽ ഫണ്ട് 40-50 കൊടുക്കുന്ന പറഞ്ഞാൽ ഇടുന്നത്, നമ്മളതൊന്നും പറയുന്നില്ല. 12%. അപ്പൊ 30 വർഷം ഇടുക, 1000 വർഷം 12 മാസം ഇൻറ്റു 12% കാൽക്കുലേറ്റർ ഉണ്ട്, എല്ലാ സോഫ്റ്റ്വെയറും ഉണ്ട് ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ. അടിച്ചു മിക്കത് കോടികളെക്കാട്ടിയും കൂടുതലായിരിക്കും. നമുക്ക് റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് അറിയാൻ പാടില്ല നമ്മുടെ അവസ്ഥ എന്താവും എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻസ്, ഒരു ഫെയ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് വരുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്, 60 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് കിട്ടിയിട്ട് എന്താ കാര്യം എന്നാണ് ചിന്ത. 60 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ആശുപത്രി കയറി ഇറങ്ങാൻ പോകുന്നത്. ആളുകൾ ചിന്തിക്കുന്ന കാര്യം 60 വയസ്സ് പോലും ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, തെറ്റായ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് മരിച്ചു പോകുന്ന ചിന്തിച്ചിരിക്കണോ? നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുട്ടിക്ക് 80, 90, 100 വയസ്സ് ദീർഘായുസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യനാണ്. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ മാതാപിതാക്കൾ ദീർഘായുസ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്.
അപ്പം അങ്ങനെ ദീർഘായുസ് വേണമെങ്കിൽ സാമ്പത്തിക ഭദ്രത കൂടെ വേണ്ടേ? വേണ്ടേ? നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? മലയാളിയോട് നമ്മൾ എപ്പോഴും പറഞ്ഞ ഇതേ ഉള്ളൂ, നിങ്ങൾ മിനിമം 30% സേവ് ചെയ്യുക. ഇപ്പം സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിനോട് വർക്ക് ചെയ്യാൻ പറയുക, അല്ല ജോബ് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് സമ്പാദ്യവും അതിന് മിനിമം 60 വയസ്സ് വരെ എത്തുന്നിടം വരെയുള്ള ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുക.